പ്രാർത്ഥിക്കുന്നവന് പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ കഴിയും. പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. ശത്രു കെട്ടുന്ന ചില സ്ട്രോങ് ഹോൾഡിനെ പുൾ ഡൗൺ ചെയ്യുവാൻ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൽ വന്ദനം. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി ഈ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അവിടെ യേശു കർത്താവ് പറയുന്നത്, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനൊരു തലവാചകം കൊടുത്തു, പ്രാർത്ഥനയാൽ സാധിക്കാത്തത് ഒന്നുമില്ല. പ്രാർത്ഥനയാൽ സാധിക്കാത്തത് ഒന്നുമില്ല. യേശു കർത്താവ് തന്നെ അത് പ്രൂവ് ചെയ്യുകയാണ്. പ്രാർത്ഥനയാലല്ലാതെ നമുക്കൊരു തിരുവചനം പഠിക്കുമ്പോൾ നമുക്കൊരു മറുമരുന്നില്ല. നമ്മുടെ ശക്തി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് മാത്രമേ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുവാൻ കഴിയൂ. പ്രാർത്ഥനയ്ക്ക് മാത്രമേ നമ്മുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥനയ്ക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ദൈവത്തിന് കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. ഈ വേദഭാഗത്തും പഠിക്കുമ്പോൾ ശിഷ്യഗണങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യം യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. യേശു കർത്താവ് ആ പ്രശ്നത്തെ സോൾവ് ചെയ്തു. എന്നിട്ട് അവരോട് പറയുകയാണ്, പ്രാർത്ഥനയാലല്ലാതെ. സ്തോത്രം. ഒരു അദൃശ്യ ശക്തിയോടുള്ള പോരാട്ടം, ഒരു അൺക്ലീൻ സ്പിരിറ്റിനോടുള്ള ഒരു പോരാട്ടം, അതിനെ മാറ്റാനുള്ള ഒരു പോംവഴി തമ്പുരാൻ പറഞ്ഞു കൊടുക്കുക, പ്രാർത്ഥനയാൽ അല്ലാതെ. തിരുവചനം സവിസ്തരം പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുത്തരും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. സ്തോത്രം. ഒരിക്കൽ പ്രാർത്ഥനയെക്കുറിച്ച് ഞാനിങ്ങനെ പറയുമ്പോൾ, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പി ഫോർ പ്രൈസ്, സ്തുതിക്കുന്നവനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ആർ ഫോർ റിപ്പന്റ്, അനുദപിക്കുന്നവനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. എ ഫോർ ആസ്ക്, ചോദിക്കുന്നവനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. വൈ ഫോർ ഈൽഡ്, സമർപ്പിക്കുന്നവനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. PRAY, പ്രേ എന്നതിനൊരു ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ദൈവത്തെ സ്തുതിക്കുന്നവന്, അനുദപിക്കുന്നവന്, ചോദിക്കുന്നവന്, സമർപ്പിക്കുന്നവൻ, അവനാകണം യഥാർത്ഥ പ്രാർത്ഥനാ മനുഷ്യൻ. അവന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം വേഗത്തിൽ ഇറങ്ങി വരും. ഈ പ്രാർത്ഥനയ്ക്കകത്ത് യേശു കർത്താവ് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതൻ എന്നാണ്. പ്രാർത്ഥനയ്ക്കൊരു മറുപടി അവിടെയും കാണുന്നുണ്ട്. അനീതിയുള്ള ഒരു ന്യായാധിപന്റെ കയ്യിൽ നിന്ന് തൻ്റെ അനുഭവത്തെ പിടിച്ചു മേടിച്ച ഒരു സ്ത്രീയുടെ അനുഭവത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് കർത്താവ് ആ ഉപമ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെ, സ്തോത്രം, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം ചേഞ്ച് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കുന്നവന് പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ കഴിയും. സ്തോത്രം. പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. ശത്രു കെട്ടുന്ന ചില സ്ട്രോങ് ഹോൾഡിനെ പുൾ ഡൗൺ ചെയ്യുവാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത്, ശിഷ്യഗണങ്ങൾക്ക് സാധിക്കാത്തത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞത്, പ്രാർത്ഥനയാലല്ലാതെ ഇത് നീങ്ങിപ്പോകുകയില്ല. സ്തോത്രം.
ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാവിനോട് പറയാം, പ്രാർത്ഥിക്കുന്നവനോട് ദൈവത്തിന് ചില അരുളപ്പാട് പറയാനുണ്ട്. പ്രാർത്ഥിക്കുന്നവന് ചില കൈമാറ്റങ്ങൾ, പ്രാർത്ഥിക്കുന്നവനിലൂടെ ചില കൈമാറ്റങ്ങൾ ദേശത്തിൽ വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥിക്കുന്നവരിലൂടെ കുടുംബതലത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രാർത്ഥന ഒരു വലിയ കാര്യമാണ്. പ്രാർത്ഥന ഒരു ശക്തിയാണ്. പ്രാർത്ഥന ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായിട്ടുള്ള ഒരു ആശയവിനിമയമായി പ്രാർത്ഥനയെ നമ്മുടെ കൈമുതലമാക്കാമെങ്കിൽ ഒരിക്കലും നമ്മൾ പരാജിതരായിരുന്നില്ല. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം കൊണ്ടുവരും. അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് പ്രാർത്ഥനയിലൂടെ ചിലത് നീങ്ങിപ്പോകാൻ, ചിലതിനെ നമ്മുടെ കരങ്ങളിലേക്ക് വരുത്താൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. അതാണ് ഈ തിരുവചനത്തിന്റെ ഇതിവൃത്തം. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. വിശ്വസിക്കുക. ഈ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ചിലത് മാറിപ്പോകട്ടെ, ചിലത് നിങ്ങളുടെ കരങ്ങളിലേക്ക് വരുവാൻ സർവശക്തൻ നിങ്ങൾക്ക് തുണ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുവചനം നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.